ഈ പൈനുള്ളിൽ കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ ഗോവിന്ദനും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? തീർച്ചയായും. കാരണം ഒരു ആ സീറ്റിൻ്റെ CPM കുത്തക സീറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ തളിപ്പറമ്പിൽ കാര്യമുണ്ട്. തളിപ്പറമ്പിൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. 2019, 2024 ലോക്സഭ ഭൂരിപക്ഷമുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞ് വിജയിച്ചൊരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. 22,000 വോട്ടിന് ഡിഫറൻസേ ഉള്ളൂ. അത് ജെയിംസ് മാത്യു ആയിരുന്നപ്പോൾ 50,000 ഉണ്ടായിരുന്നു. 22,000 കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തളിപ്പറമ്പ് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിന് നല്ല മതിപ്പാന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർക്ക് എതിർപ്പില്ലെന്ന് തോന്നുന്നു ഗോവിന്ദനോട്, ഈ KT ഗോവിന്ദനോട്. ഈ ചില പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഇത്രയും കാലം ഞങ്ങളെ ദ്രോഹിച്ചതല്ലേ, ആ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കേരള നിയമസഭയിൽ ഏറ്റവും കരുണാകരനെ വിമർശിച്ചൊരു CPM കാരൻ ആരാന്ന് വെച്ചാൽ എം വി രാഘവനാണ്. ഇനി പറയാനൊന്നും ബാക്കിയില്ല. എം വി രാഘവനെ ജീവൻ സംരക്ഷിച്ചത് പിന്നീട് കരുണാകരനാണ്. അതാ പറഞ്ഞത്. അപ്പോൾ ആ MVR 86 പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുത്ത കരുണാകരനാണ്. കുഞ്ഞികൃഷ്ണനെ കുറിച്ച് അങ്ങനെ എതിർപ്പില്ലെന്ന് അതെ. കുഞ്ഞികൃഷ്ണൻ ഒരു സാധാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയവരൊക്കെ കണ്ണൂർ ജില്ലയിൽ CPMൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിരിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതെ, ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ അതൊരു സീരിയസ് തന്നെയാണ് പാർട്ടിക്ക് അവിടെ ഏൽക്കാൻ പോകുന്നത്. ഈ ഒഞ്ചിയത്ത് സംഭവിച്ചത് ഇതിൻ്റെ ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. ഇപ്പം ഞാൻ പറയാം, ഒഞ്ചിയത്തുനിന്ന് ഇപ്പോൾ അവർ RMP ഉണ്ടായത് കൂടിയിട്ട് തന്നെ CPMൻ്റെ ഒരു ശക്തി ക്ഷയിച്ചിട്ടുണ്ട് അവിടെ. അതെ അതെ, ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ചന്ദ്രശേഖരനെ കൊല്ലേണ്ടി വന്നു. അതെ, ഭയപ്പെടുത്തി. അതെ, അതാ പറഞ്ഞത്. ഇപ്പോൾ രമ UDFൻ്റെ പിന്തുണയോടെ നിന്നപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇക്കുറി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ MLA എന്നായിരിക്കും അവരുടെ പ്രവർത്തനം 101% സാറ്റിസ്ഫൈഡ് ആണ്. വളരെ അതെ. പിന്നെ ആ കോൺസ്റ്റിറ്റ്യൻസിയുടെ വികസന കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് അവർ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കണ്ണൂരിലെ പാർട്ടി കോട്ട ഇളകാനുള്ള സാധ്യത കാണുന്നു. തീർച്ചയായും ഇത്തവണ പാർട്ടി കോട്ടകളിൽ ഇളക്കം ഉണ്ടാവും. ഞാൻ അതിനുശേഷം കേട്ട 2 വാർത്ത, ഒന്ന് പേരാമ്പ്രയിൽ ഫാത്തിമ വലിയ മുന്നേറ്റം നടത്തുന്നു, നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വന്നപ്പോൾ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. അതായത് CPM വോട്ടുകളുടെയൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്.